പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? സന്തോഷമായിരിക്കുന്നുവോ? ആനന്ദത്തോടെ ഇരിക്കുന്നുവോ? ദുഃഖിച്ചിരിക്കുകയാണോ? തളർന്നിരിക്കുന്നോ? വിഷാദിച്ചിരിക്കുന്നോ? എങ്ങനെയാണുള്ളത്? അത് നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലുമുള്ള പ്രശ്നങ്ങളെ അനുസരിച്ചായിരിക്കും. ചിലപ്പോൾ തളർച്ചയുണ്ടാവുന്നതും, ചിലപ്പോൾ പേടി തോന്നും, ചിലപ്പോൾ പരിഭ്രമമുണ്ടാകും, ചിലപ്പോൾ സാഹചര്യത്തെ കാണുമ്പോൾ കോപം തോന്നുമെന്ന് പറയുകയാണോ? എല്ലാ പരിതസ്ഥിതികളിലും സന്തോഷത്തോടെ ഇരിക്കണം. നമുക്ക് ചുറ്റും എന്ത് നടന്നാലും നാം സന്തോഷത്തോടെ ഇരിക്കണം. അതിനാണ് ദൈവം നമ്മെ കൈപിടിച്ച് നടത്തുന്നത്. എന്ത് നടന്നാലും എന്താ? ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയുടെ കാര്യമെടുക്കാം. 3 വയസ്സുള്ള കുട്ടിയാണെന്നിരിക്കട്ടെ. ചുറ്റും എത്ര വലിയ ആപത്തും ഞെരുക്കവും കഷ്ടപ്പാടും ഉണ്ടായാലും ഒരു പിതാവ് കൈപിടിച്ച് നടത്തിക്കൊണ്ടുപോയാൽ ആ കുട്ടി എന്തിനെയെങ്കിലും ഭയപ്പെടുമോ? പിതാവിന്റെ കൈപിടിച്ച മുഖത്തേക്ക് നോക്കി സന്തോഷത്തോടെ നടന്നുകൊണ്ടിരിക്കും, അല്ലേ? അതേപോലെ തന്നെയാണ് പ്രശ്നങ്ങളും പോരാട്ടങ്ങളും പരിതസ്ഥിതി എന്തു തന്നെയായാലും യേശു എൻ്റെ കൂടെയുണ്ട്, എന്നെ കൈപിടിച്ച് നടത്തുന്നുണ്ട്, അതുകൊണ്ട് എനിക്കൊരു കുറവുമില്ല എന്ന് പറയണം. ശരിയല്ലേ? ഇപ്പോൾ 23-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ദാവീദ് എന്നയൊരു ഭക്തൻ പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊരു കുറവുമില്ല, എനിക്കൊരാവശ്യവും ഇല്ല. ഐ ഷാൽ നോട്ട് വാണ്ട്, എനിക്കൊരു കുറവുമില്ല, ഒരാവശ്യവുമില്ല. കാരണം യഹോവ എൻ്റെ ഇടയനാകുന്നു. മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരാവശ്യം തീർച്ചയായും ഉണ്ടായിരിക്കും. പക്ഷേ ദാവീദ് പറയുന്നു എനിക്കൊരു കുറവുമില്ലെന്ന്. എന്തുകൊണ്ട്? കാരണം യേശു ഉണ്ടല്ലോ എല്ലാത്തിനും. എനിക്കൊരു നല്ല ഇടയനായിരിക്കുന്നുവല്ലോ. ഒരാട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്ന ഇടയന്റെ കാര്യം നോക്കാം. ഇടയൻ ഉള്ളതുകൊണ്ട് ആടുകളൊന്നും അയ്യോ എനിക്ക് ഭക്ഷണത്തിന് എന്താണ് ചെയ്യുക, ഇന്ന് കുടിക്കാൻ വെള്ളം കിട്ടുമോ, വെള്ളം കിട്ടാൻ വേണ്ടി എങ്ങോട്ട് പോകും, ദാഹിച്ചാൽ വെള്ളം കുടിക്കണമല്ലോ, ഒരുപക്ഷെ ഒരു കരടി വന്നാലോ ഒരു ചെന്നായ വന്നാലോ ആപത്ത് വന്നാലോ ആരാണ് എന്നെ സംരക്ഷിക്കുക എന്നതെന്തിനെക്കുറിച്ചെങ്കിലും വിഷമിക്കുമോ? ഒന്നിനെക്കുറിച്ചും വിഷമിക്കുകയില്ല. കാരണം അതിനൊരു ഇടയനുണ്ട്. ആ ഇടയൻ എന്നെ നന്നായി നടത്തി പുല്ലുള്ള ഇടങ്ങളിലേക്ക് കൊണ്ടുപോയി ശുദ്ധജലത്തിലേക്ക് എന്നെ നയിക്കും. ഒരാപത്തും ഉണ്ടാവാതെ തന്നെ സംരക്ഷിക്കുമെന്ന് ആ ആടുകൾക്കറിയാം. ആ ഇടയനോടൊത്തിരിക്കുന്നത് കൊണ്ട് അയ്യോ ഞാൻ ഇന്നെന്തു ചെയ്യും, അതിനെന്തു ചെയ്യും, ഇതിനെന്തു ചെയ്യും എന്നവ പരിഭ്രമിക്കില്ല. അവയോട് നീ ആഹാരത്തിനെന്തു ചെയ്യും, വെള്ളം കുടിക്കാൻ എന്തു ചെയ്യും എന്ന് ചോദിച്ചാൽ ഞാനെന്ത് ചെയ്യാനാ? എനിക്കൊന്നും അറിയില്ല, എനിക്കൊരു ഇടയനുണ്ട്, എല്ലാം അയാൾ നോക്കും. അപ്പോൾ യേശു നിങ്ങളുടെ ഇടയനാകുമ്പോൾ യേശുവാണ് നിങ്ങൾക്കെല്ലാം. പിന്നെന്തിനാണ് എപ്പോഴും നിങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് യേശുവിന്റെ പ്രശ്നമാണ്, യേശുവിന്റെ കാര്യമാണ്. നിങ്ങളെ ഉടുപ്പിക്കുന്നത് യേശുവിന്റെ ചുമതലയാണ്. നിങ്ങളെ പോഷിപ്പിച്ച് നടത്തേണ്ടത് യേശുവിന്റെ ചുമതലയാണ്. ആപത്തിൽ നിന്നും രക്ഷിക്കേണ്ടത് യേശുവിന്റെ ചുമതലയാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടത് യേശുവിന്റെ ചുമതലയാണ്. അതാണ് ദാവീദ് പറഞ്ഞത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊരു കുറവുമില്ല, എല്ലാം യേശു നോക്കിക്കൊള്ളും. ഇതാണ് വിശ്വാസം, യേശുവിനെ ആശ്രയിക്കുന്ന ഒരു വിശ്വാസം. നിങ്ങളങ്ങനെ പറയുമോ? ആ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തിനാണ് വിഷാദിക്കുന്നത്? മുഖം ഒരുമാതിരി വെച്ചിരിക്കുന്നു, ദുഃഖിച്ചിരിക്കുന്നു, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് പരിഭ്രമിക്കുന്നത്? യേശു ഉണ്ടല്ലോ, കർത്താവ് ഉണ്ടല്ലോ, യേശു നിങ്ങളുടെ ഇടയനായിട്ടുണ്ടല്ലോ, യേശു നോക്കിക്കൊള്ളും. പിന്നെന്തിനാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ധൈര്യത്തോടെ പറയൂ, യഹോവ എൻ്റെ ഇടയൻ, യേശു എൻ്റെ നല്ല ഇടയനാകുന്നു, എനിക്കൊന്നിനെക്കുറിച്ചും ചിന്തയില്ല, പേടിയില്ല, എല്ലാം യേശു നോക്കിക്കൊള്ളും എന്ന് നിങ്ങൾ പറയൂ. യേശു എന്തുമാത്രം സന്തോഷിക്കുമെന്നറിയാമോ? യേശു എൻ്റെ നല്ല ഇടയനാണ്, ഞാൻ ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ എൻ്റെ മേൽ എന്തൊരു വിശ്വാസമാണ്. എൻ്റെ മകനും എൻ്റെ മകളും എന്നെ പറ്റിയിരിക്കുന്നു. യേശുവിൻ്റെ മനസ്സ് സന്തോഷിക്കുമ്പോൾ നിങ്ങളുടെ ചുമതല മുഴുവനും ഏറ്റെടുക്കും. നീ ഭയപ്പെടേണ്ട, ഞാനുണ്ടെന്ന് പറയും. പിന്നെന്തിനു ഭയപ്പെടണം? നിങ്ങൾ പറയണം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊരു കുറവുമില്ല എന്ന് വിശ്വാസത്തോടെ പറഞ്ഞ് ഹൃദയത്തിൽ കൈവയ്ക്കൂ. കൈവച്ചുവോ? യേശു നിങ്ങളുടെ ഇടയനായിട്ടുണ്ടോ? യേശുവിന് നിങ്ങളെ ഏൽപ്പിച്ചുവോ? യേശുവിനെ അനുഗമിക്കാൻ നിങ്ങളെ സമർപ്പിച്ചുവോ? യേശുവേ, അങ്ങെന്നെ നല്ല ഇടയനായി നടത്തണം, എന്നെ സമർപ്പിക്കുന്നു. അങ്ങന്റെ ഇടയനായിരിക്കുന്നത് കൊണ്ട് എനിക്കൊരു കുറവുമില്ല, എല്ലാം അങ്ങ് നോക്കിക്കൊള്ളും, എല്ലാ ആവശ്യങ്ങളും നിറവേറ്റും, പ്രശ്നങ്ങൾ നിറവേറ്റും, എന്നെ കാത്തുകൊള്ളും, എനിക്കതു മതി. അങ്ങെല്ലാം നോക്കും, എനിക്കൊരാവശ്യവുമില്ല, കുറവുമില്ല. ഞാൻ സന്തോഷത്തോടുകൂടി അങ്ങയെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക.
ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ